മോഡ്യൂൾ 2 തന്നെയാണ്. മോഡ്യൂൾ 2ൻ്റെ പാർട്ട് 2 ആയിട്ടുള്ളതാണ്. അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി സൈഡ് എ ബി ഇഫ് ബി സി ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ, എ സി ഈസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൽ ബി സി എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്, എ സി എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. എന്ത് കണ്ടുപിടിക്കുക? എ ബി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ഇതാണ്. ഓക്കെ, എ ബി സി. ഇതിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. എ ബി ബേസ് കണ്ടുപിടിക്കുക. ആൾട്ടിറ്റ്യൂഡ് അല്ലെന്നുണ്ടെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് തന്നെയാണ്? ബേസ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ശരിയല്ലേ? എത്രയാണ്? 15 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ, ബേസ് ആയിട്ടുള്ള എ ബി സ്ക്വയർ. ഓക്കെ, സോ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 50 സ്ക്വയർ എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു 15 അല്ലേ? 5 5 25 2 5 7 5 1 അല്ലേ? 5 2 225. 15ൻ്റെ സ്ക്വയർ 225. ഓക്കെ, ഇങ്ങനെ ചെയ്ത് നോക്കുക. നോക്കണം. ഇപ്പോൾ 225 മൈനസ് 9ൻ്റെ സ്ക്വയർ എന്താണ്? 9 ഇൻറ്റു 9 81 ആണ്. ഓക്കെ, 225 മൈനസ് 81, 225 മൈനസ് 81. നമുക്ക് നോക്കാം. 4 then 4 12 മൈനസ് 18 4 then 144 അല്ലേ? എത്ര കിട്ടി? 144. എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 144. എ ബി അല്ലേ നമുക്ക് വേണ്ടത്? റൂട്ട് 144 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുന്നു? 12 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. നമ്മുടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കേ. ഓപ്ഷൻ നമ്പർ ഡി. 144ൻ്റെ സ്ക്വയർ റൂട്ട് ഏതാണ്? 12 ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് സൈഡ് എ സി ഇഫ് എ ബി ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ ആൻഡ് ബി സി ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ? എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ബി 7 സെൻറ്റിമീറ്റർ, ബി സി 5 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ് 7 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് അല്ലെന്നുണ്ടെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ശരിയല്ലേ? ഹൈപ്പോട്ടന്യൂസ് ആയ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ശരിയല്ലേ? എ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ബി എത്രയാണ്? 7 സ്ക്വയർ പ്ലസ് ബി സി എത്രയാണ്? 5 സ്ക്വയർ. ഓക്കെ, 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 7ൻ്റെ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? 49. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 49 പ്ലസ് 25. നമുക്ക് നോക്കാം. 49ഉം 25ഉം കൂടെ എത്ര വരുമെന്ന്? എത്ര വന്നു? 4. ബാലൻസ് 1. 6 പ്ലസ് 1 74 എന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് വേണ്ടത് എ സി അല്ലേ? എ സി ഈസ് ഈക്വൽ ടു റൂട്ട് 74. 74ൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യുകയാണ്. ദെൻ 74 വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 8 ഉണ്ട്. 8 കാര്യം 64 ആണ് 8ൻ്റെ സ്ക്വയർ. ദെൻ ബാലൻസ് 10 പോയിൻ്റ് കൊടുത്തു, 0 കൊടുത്തു. നമ്മൾ 8 പ്ലസ് 8 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ദെൻ നമുക്ക് ചെയ്ത് നോക്കാം. 165 ഇൻറ്റു 5 ചെയ്ത് നോക്കാം. 25 2 ദെൻ 30 പ്ലസ് 2 32 5 825. ഓക്കെ, ദെൻ 165 ഇൻറ്റു 166 ഇൻറ്റു 6 ചെയ്ത് നോക്കാം. 6 6 36 3 36 പ്ലസ് 3 39 996. ഓക്കെ, 166 8.6 996. ഓക്കെ, അപ്പോൾ 8.6. ഓക്കെ, ഓപ്ഷൻ നമ്പർ ബി 8.6. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 74ൻ്റെ റൂട്ട്. ഓക്കെ, 8.60. ഓക്കെ,
അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് 86 × 86 ചെയ്ത് നോക്കുക, 84 × 84. ഇത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ലെങ്ത് L2 if total length L is 2.75 meter and L1 is to L2 is equal to 2:3. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2.75 മീറ്റർ ആണ്. ഓക്കെ, അതിൽ L1 ഈസ് ടു L2 എന്ന് പറയുന്ന 2:3 ആണ്. അപ്പോൾ ടോട്ടലി എത്ര പാർട്ടുണ്ട്? 5 പാർട്ടുണ്ട് അല്ലേ? ടോട്ടലി എത്ര പാർട്ടുണ്ട്? 5 പാർട്ടുണ്ട്. ഇതിൽ L2 എത്ര ലെങ്ത് ആണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്, L2. ഓക്കെ, അപ്പോൾ L1 ഈസ് ടു L2 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. L1 എന്ന് പറയുന്നത് 5 പാർട്ടുള്ളതിൽ 2 പാർട്ടാണ്. L2 എന്ന് പറയുന്നത് 5 പാർട്ടുള്ളതിൽ 3 പാർട്ടാണ്. അപ്പോൾ ടോട്ടൽ L2 നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് വേണ്ടത് L2 ആണല്ലേ? മൊത്തത്തിലുള്ള 2.75 മീറ്റർ ആണ്. അതായത് L2 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2.75 മീറ്റർ എന്നുള്ളതെന്ന് പറയുന്നത് മൊത്തത്തിലുള്ളത്, അതിൻ്റെ 5 പാർട്ടിൽ 3 എത്രയാണെന്നുള്ള നമ്മൾ കണ്ടുപിടിച്ചാൽ പോരെ? നമ്മൾ നോക്കിയായിരുന്നു L1ഉം L2 എന്ന് പറയുന്നത് 2:3 ആണ്. അങ്ങനെ നമുക്ക് മൊത്തത്തിലുള്ള 5 പാർട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ L2 എന്ന് പറയുന്ന 3 പാർട്ടും L1 എന്ന് പറയുന്നത് 2 പാർട്ടുമാണ്. ടോട്ടലി ഉള്ളത് 2.75 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 2.75 മീറ്റർ ആണ് മൊത്തത്തിലുള്ളത്. 5 പാർട്ടുള്ളതിൽ 3 എത്രയാണെന്ന് നോക്കിയാൽ പോരെ? 5ൽ 3 പാർട്ടാണ് L2 ഇൻറ്റു ടോട്ടൽ എത്ര ലെങ്ത് ഉണ്ട്? 2.75 മീറ്റർ. ഇത് ചെയ്താൽ പോരെ? നമുക്കതിനെ മാറ്റാം. 2.75 പോയിൻ്റൊക്കെയാണ് കിടക്കുന്നത്. അതിനെ മാറ്റാൻ വേണ്ടി എത്ര ചെയ്താൽ മതി? പോയിൻ്റെങ്കിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ ഇത് 275. 100 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താഴെ 100 കൊടുക്കണം അല്ലേ? 3/5. ശരിയല്ലേ? നമ്മളിങ്ങനെ ആക്കി. ഓക്കെ, നമുക്കതിന് ശേഷം 5 കൊണ്ട് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. ഈ 5 കൊണ്ട് നമുക്ക് ഈ 275നെ ക്യാൻസൽ ചെയ്യാം. 5 × 25 ബാലൻസ് 2 ഇവിടെ കൊടുത്തു, 55. ഓക്കെ, ദെൻ 55 × 3 എത്രയാണെന്ന് നോക്കാം. 55 × 3 15, ബാലൻസ് 1 15, 165. 165 ഡിവൈഡഡ് ബൈ 100, അതായത് എത്ര വരുന്നു? ഡിവൈഡ് ബൈ 100 അല്ലേ? 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് കൊടുത്താൽ പോരെ? 1.65 മീറ്റർ. ആൻസർ ഉണ്ടാകുന്ന നോക്കിയേ, ഓപ്ഷൻ നമ്പർ സി. L2 എന്ന് പറയുന്നത് 1.65 മീറ്റർ. ഇനി അഥവാ L1 ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? 2.75 × 5 പാർട്ടുള്ളതിൽ എത്ര പാർട്ടാണ് L1? 2. ഇത് വെച്ച് നമ്മൾ ചെയ്തേനെ. മനസ്സിലായോ? ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡേയ്സ് എ മെക്കാനിക് ടേക്സ് ടു അസംബിൾ 64 മെഷീൻസ് ഇഫ് ഹി അസംബിൾ 8 മെഷീൻസ് ഇൻ 3 days? എത്ര ഡേ, ഹൗ മെനി ഡേയ്സ് എ മെക്കാനിക് ടേക്സ് ടു അസംബിൾ 64 മെഷീൻ? 64 മെഷീൻ അസംബിൾ ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? ഇഫ് ഹി അസംബിൾ, അദ്ദേഹം അസംബിൾ ചെയ്തിട്ടുണ്ട്, എത്രയാണ്? 8 മെഷീൻസ് ഇൻ 3 days. 8 മെഷീൻ 3 ദിവസം കൊണ്ട് അസംബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 64 മെഷീൻ അസംബിൾ ചെയ്യാൻ എത്ര ദിവസം വേണം? നമുക്കിതിനെ ഒന്ന് ഡേയുമായിട്ടും 2 മെഷീൻസുമായിട്ടാണ് ഇവിടെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതായത് 64 മെഷീൻ അസംബിൾ ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എക്സ് എന്നുള്ളതാണ് എത്ര ദിവസം നമ്മൾ ഇട്ടത്. വേറൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, 8 മെഷീൻ അസംബിൾ ചെയ്യാനായിട്ട് 3 ദിവസം വന്നു. അപ്പോൾ 8 മെഷീൻ അസംബിൾ ചെയ്യാനായിട്ട് 3 ദിവസം എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് റിലേഷൻ. അപ്പോൾ നമ്മളിതിനകത്ത് നോക്കി, ഇത് ഇൻവേഴ്സ് ആണോ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, 8 മെഷീൻ അസംബിൾ ചെയ്യാനായിട്ട് 3 ദിവസം മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും 64 മെഷീൻ അസംബിൾ ചെയ്യാനായിട്ട് 3 ദിവസത്തിൽ കൂടുതൽ വേണോ 3 ദിവസത്തിൽ കുറവ് വേണോ? 3 ദിവസത്തിൽ കൂടുതൽ വേണം. അപ്പോൾ ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ നോക്കി 8 എന്ന് പറയുന്നത് 64, ഇവിടെയും കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല, എക്സ് ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ 8. ഇത് അതുപോലെ തന്നെ എഴുതുക ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലെ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്ന റെസിപ്രോക്കലായിട്ട് തിരിച്ചിടുക. ഇപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിട്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എക്സ് ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 64 ഇൻറ്റു 3. എക്സ് ഈസ് ഈക്വൽ ടു 64 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 8. 8 64 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 8 ഇൻറ്റു 3 എത്രയാണ്? 24.
അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 24 days. 64 മെഷീൻസ് അസംബിൾ ചെയ്യാനായിട്ട് 24 days. ഓപ്ഷൻ നമ്പർ സി. അടുത്ത് നോക്കിയേ, വാട്ട് വിൽ ബി ദി RPM ഓഫ് സ്മാളർ ഗിയർ ഇഫ് എ 180 mm ഡയമീറ്റർ മെഷേഴ്സ് വിത്ത് 60 mm ഡയമീറ്റർ ഗിയർ ആൻഡ് ദി ബിഗ്ഗർ ഗിയർ മാക്സ്. അപ്പോൾ ഈ RPMഉം ഡയമീറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത്, ഈ RPMനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ N കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്മാളർ ഗിയറിൻ്റെ RPMനെ നമ്മൾ N1 എന്നും വിളിച്ചു, ലാർജർ ഗിയറിൻ്റെ RPMനെ N2 എന്നും വിളിച്ചു. അതുപോലെ സ്മാളർ ഗിയറിൻ്റെ ഡയമീറ്ററിനെ D1 എന്നും വിളിച്ചു, ലാർജർ ഗിയറിൻ്റെ ഡയമീറ്ററിനെ D2 എന്നും വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് N1 ഡിവൈഡഡ് ബൈ N2 ഈസ് ഈക്വൽ ടു D2 ഡിവൈഡഡ് ബൈ D1 ആണ്. ഇതെപ്പോഴും ഒരു ഇൻവേഴ്സ് പ്രപ്പോർഷൻ എന്ന് പറയുന്നുള്ള രീതിക്കാണ് ഇവിടെ നമ്മൾ പ്രപ്പോർഷൻ എടുക്കേണ്ടത്. N1 ഡിവൈഡഡ് ബൈ N2 ഈസ് ഈക്വൽ ടു D2 ഡിവൈഡ് ബൈ D1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് വിൽ ബി ദി RPM ഓഫ് സ്മാളർ ഗിയർ? അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? N1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് എ 180 mm ഡയമീറ്റർ മെഷേഴ്സ് വിത്ത് 60 mm ഡയമീറ്റർ. ഇപ്പോൾ സ്മാളർ ഗിയർ എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ചെറുതായിരിക്കും അല്ലേ? ഇപ്പോൾ ഈ 60 mm എന്നുള്ളതാണോ ചെറുത്, 180 mm എന്നുള്ളതാണോ? 60 mm ആണ്. അപ്പോൾ D1 എന്ന് പറയുന്നത് 60 mm, D2 എന്ന് പറയുന്നത് 180 mm ആണെന്ന് നമുക്ക് മനസ്സിലായി, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ദെൻ ദി ബിഗ്ഗർ ഗിയർ മാക്സ് 60 RPM, ബിഗ്ഗർ ഗിയർ മാക്സ് 60 RPM എന്ന് പറയുന്നുണ്ട്, 60 RPM. അപ്പോൾ N2 എന്ന് പറയുന്നത് 60 RPM എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ റേഷ്യോ എന്തായിരുന്നു? N1 ഡിവൈഡ് ബൈ N2 ഈക്വൽ ടു D2 ബൈ D1 ആയിരുന്നു അല്ലേ? ഇപ്പോൾ N1 എത്രയാണ്? N1 നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ N2ന് പകരം എത്ര എടുക്കാം? 60 കൊടുക്കാം. D2ന് പകരം 180 കൊടുക്കാം. D1ന് പകരം 60 കൊടുക്കാം, ശരിയല്ലേ? അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, N1 ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 180. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? N1 അല്ലേ? അതായത് 60 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 60. ഇത് രണ്ടും ക്യാൻസലായിപ്പോയി. ഈസ് ഈക്വൽ ടു 180 RPM. 180 RPM. നമ്മുടെ ആൻസർ ഇവിടെ ഉണ്ട്, 180 RPM. ഓപ്ഷൻ നമ്പർ ഡി, ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പേഴ്സൻറ്റേജ് ഓഫ് കോപ്പർ? കോപ്പറിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ് ഇഫ് ദി കാസ്റ്റിംഗ് വെയ്റ്റ് ഓഫ് കോപ്പർ ഈസ് 42.3 കിലോഗ്രാം? അപ്പോൾ കോപ്പറിൻ്റെ കാസ്റ്റിംഗ് വെയ്റ്റ് എത്രയാണ്? 42.3 കിലോഗ്രാം ആണ്. അതിൻ്റെ ടിൻ വെയ്റ്റ് ഈസ്, ടിൻ എത്രയാണ്? 2.7 കിലോഗ്രാം. അപ്പോൾ കോപ്പർ 42.3 കിലോഗ്രാം എന്നും ടിന്ന് ഈ 2.7 കിലോഗ്രാം എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇത് വെയ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്, കണ്ടുപിടിക്കേണ്ടത് ഈ 42.3 എന്ന് പറയുന്നത് എത്ര ശതമാനം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു അലോയിയെ നോക്കുമ്പോൾ ഇതൊരു അലോയി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, കോപ്പറും ടിന്നും കൂടെ വരുന്ന ഒരു അലോയി. ഓക്കെ, അതാണ് നമ്മൾ കാസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് എത്രയാണ്? ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് 42.3 കിലോഗ്രാം പ്ലസ് 2.7 കിലോഗ്രാം, ശരിയല്ലേ? ഇപ്പോൾ 42.3യും 2.7ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 45 കിലോഗ്രാം. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 45 കിലോഗ്രാമാണ്. ഈ 45 കിലോഗ്രാമിൽ 42.3 കിലോഗ്രാമായ കോപ്പർ എത്ര ശതമാനം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോപ്പറിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കാൻ, കോപ്പറിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 45ൻ്റെ എത്ര ശതമാനമാണ് 42.3? ഇതല്ലേ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. 45 കിലോഗ്രാമിൻ്റെ എത്ര ശതമാനം, അതിന് നമ്മൾ എക്സ് പേഴ്സൻറ്റേജ് നിട്ട് എന്ന് പറയുന്നത് 42.3. ഓക്കെ, ഈ എക്സ് പേഴ്സൻറ്റേജ് കണ്ടുപിടിച്ചാൽ പോരെ? ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. 45 ഇൻറ്റു എക്സ് പേഴ്സൻറ്റേജിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക? എക്സ് ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 42.3. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ശരിയല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിയേ,
45 ഇൻറ്റു എക്സ് ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 42.3. നമുക്ക് വേണ്ടത് എക്സ് ആണല്ലേ, അപ്പോൾ എക്സിന് അവിടെ നിന്ന് നടത്താം. 100 ഇൻറ്റു 42.3 ഡിവൈഡഡ് ബൈ 45. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റ് കഴിഞ്ഞൊരു ഡിജിറ്റ് ഉണ്ടല്ലേ, അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു 10 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായി, 10 ഇൻറ്റു 423 ഡിവൈഡഡ് ബൈ 45. ഓക്കെ, നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 545ൽ 9 ടൈംസ്, 510ൽ 2 ടൈംസ്. 423 ഇൻറ്റു 2 എത്ര വരുന്നു? 6, 4, 8, 846. 846 ഡിവൈഡഡ് ബൈ 9. നമുക്ക് ചെയ്ത് നോക്കാം. 846 ഡിവൈഡഡ് ബൈ 9. 9 ഇൻറ്റു 9 81 3 ഇവിടുത്തെ 6 അല്ലേ, അപ്പോൾ 9 ഇൻറ്റു 4 36. So the answer is 94% of copper. ആൻസർ ഉണ്ടല്ലോ, ഓപ്ഷൻ ബി. അതേസമയം നമുക്ക് ടിൻ ആണ് ചോദിച്ചിരുന്നെങ്കിലോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടിൻ ആയിരുന്നു ഇവിടുത്തെ കണ്ടീഷനെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടിൻ ആയിരുന്നുവെങ്കിൽ എന്താണ്, 45 കിലോഗ്രാമിൻ്റെ എക്സ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 2.7 കിലോഗ്രാം അല്ലേ. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ എക്സ് കണ്ടുപിടിച്ചാൽ മതി. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A motorcycle tire is sold for rupees 300. What is the purchase price if 25% profit is added to it? Question മനസ്സിലായോ? A motorcycle tire is sold for rupees. അതായത് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ടയർ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിറ്റു. അപ്പോൾ അത് വിറ്റ വില എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ അത് കൊടുത്ത എത്ര രൂപയ്ക്കാണ്? 300 രൂപയ്ക്കാണ്. വാട്ട് ഈസ് ദി പർച്ചേസ് പ്രൈസ്? നമ്മൾ ഇവിടെ ഉദ്ദേശിച്ച പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്, അപ്പോൾ ഞാനാണിപ്പോൾ എന്താണ് നമ്മൾ ടയർ ഷോപ്പിൻ്റെ ഓണറെങ്കിൽ ഞാൻ ഈ ടയർ പർച്ചേസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിരുന്ന എന്തായാലും പറഞ്ഞാൽ 300 രൂപയെക്കാട്ടിയും കുറഞ്ഞൊരു വിലയ്ക്കായിരിക്കും. 200 ആവാം, 220 ആവാം, 230 ആവാം, എത്ര രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചു വെച്ചത്. അത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ 25% പ്രോഫിറ്റ് അതിൽ നിന്ന് എടുത്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? 300 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുള്ളത്. ശരിയല്ലേ? അതാണ് കണ്ടീഷൻ. ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ഇതാണ്, വാട്ട് ഈസ് ദി പർച്ചേസ് പ്രൈസ്? ഞാൻ വാങ്ങിയ വില എത്രയാണ്, അതിൻ്റെ കൂടെ എനിക്ക് 25% പ്രോഫിറ്റ് കിട്ടണം 300 രൂപയ്ക്ക് വിൽക്കുമ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വാങ്ങിയ വില എക്സ് ആണെങ്കിൽ എക്സിൻ്റെ 25% പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തപ്പോൾ ഞാൻ കൊടുത്ത വിലയാണ് 300. മനസ്സിലായോ? ഞാൻ വാങ്ങിയ വില എക്സ്, അതിൻ്റെ കൂടെ ഈ എക്സിൻ്റെ 25% കൂടെ ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ വിറ്റ വിലയാണ് 300. അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നോക്കിയേ, എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 25% എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 ആണല്ലേ, ഈസ് ഈക്വൽ ടു 300. അതായത് എന്തെന്ന് വരുന്നു? എക്സ് പ്ലസ് 0.25 എക്സ് ഈസ് ഈക്വൽ ടു 300. എക്സ് പ്ലസ് 0.25 എന്ന് പറയുമ്പോൾ എത്രയായി? 1.25 എക്സ് എന്ന് പറയുന്നത് 300. കണ്ടീഷൻ മനസ്സിലായോ? ഇതാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര? എക്സ് ഈസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 1.25. എക്സ് ഈസ് ഈക്വൽ ടു 300 ഡിവൈഡ് ബൈ 1.25. ഓക്കെ, ഈ പോയിന്റ് നമ്മൾ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? 300 ഇൻറ്റു മുകളിൽ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 125 ആയി. നമുക്കിതിനെ ഒരു 5 കൊണ്ട് ക്യാൻസൽ ചെയ്തുകൂടെ? 2 ടൈംസ് ബാലൻസ് 225. ഓക്കെ, ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താലോ? 60. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദെൻ നമുക്ക് വീണ്ടും 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇത് 5 ടൈംസ്, ഇത് എത്ര ടൈംസ് ആയിരിക്കും? 12 ടൈംസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ 5 കൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാം. 20 ടൈംസ്. 12 ഇൻറ്റു 2. 12 ഇൻറ്റു 2 എത്രയാണ്? 12 ഇൻറ്റു 2 24, പിന്നെ ഒരു 0 കൂടെ. 240 റുപ്പീസിനാണ് ഞാനത് വാങ്ങിച്ചത്. ശരിയല്ലേ? 240 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ 25% കൂടെ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഞാൻ കൊടുത്ത വില എത്രയായി? 300 ആയി. മനസ്സിലായോ? ഓപ്ഷൻ നമ്പർ സി. വാട്ട് ഈസ് ദ ഡെസിമൽ ഫ്രാക്ഷൻ ഓഫ് കൺവേർഷൻ ഓഫ് 18.5%? വാട്ട് ഈസ് ദ ഡെസിമൽ ഫ്രാക്ഷൻ? ഡെസിമൽ ഫ്രാക്ഷൻ്റെ കൺവേർഷനാണ്. 18.5% ഉണ്ട്. ഇതിനെ ഡെസിമൽ ആക്കാൻ വേണ്ടി പേഴ്സൻറ്റേജിനെ മാറ്റിയാൽ പോരെ? പേഴ്സൻറ്റേജിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക?
18.5 ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. അപ്പോൾ ഒരു ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോയിൻ്റ് എത്ര മാറ്റണം, എത്ര സീറോസ് ഉണ്ട് അതിനനുസരിച്ച് ഇങ്ങോട്ട് മാറ്റുക. 2 സീറോസ് ഉണ്ടല്ലേ, അപ്പോൾ ഈ പോയിൻ്റ് എവിടെ വരുന്നു, ഇവിടെ വരുന്നു. അപ്പോൾ 0.185 ഓപ്ഷൻ നമ്പർ എ ശരിയല്ലേ?